ഫാമിങ് കാണാൻ നല്ല രസം, കുറച്ചൊരു അധ്വാനമുണ്ട്. നമ്മളിപ്പോ ഉള്ളത് ആദവനാട് തെക്കേക്കുളമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ചുറ്റും ഏകദേശം ഒരു ഏക്കറോളം സ്ഥലത്ത് തണ്ണിമത്തം കൃഷി ചെയ്തിട്ടുണ്ട്. അടുത്ത റമദാനിലേക്ക് വിളവെടുപ്പ് പ്രതീക്ഷിക്കുന്ന തോട്ടാണ്. കർഷകന് ഇബ്രാഹിം ഇവിടെ ഉണ്ട്. ഇബ്രാഹിം ഒന്ന് തിരി, എന്താ തോട്ടത്തിലെ സ്ഥിതികള്? തോട്ടം ഉഷാറായി പോണ്. ഒരേക്കറിന് അടുത്ത സ്ഥലമുണ്ട്. 4500 4800 വിത്തിട്ടിട്ടുണ്ട്. 4800 വിത്ത് തൈ വെച്ചിട്ടുണ്ട്. പിന്നെ പൂവിട്ടിട്ടുണ്ട്. കായ ഇങ്ങനെ തുടങ്ങി കാണാൻ പറ്റുമോ? എന്നിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്, കായ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഫ്ലവർ ചെയ്തിട്ടുണ്ട്. 8 ഐറ്റം വെറൈറ്റിയാ. 8 ഐറ്റം വെറൈറ്റി. ഏതൊക്കെ? ഒന്ന് ഇറാനി ഉണ്ട്, ഒന്ന് സാധാ തണ്ണിമത്തുണ്ട്, ഒന്ന് 2 ഐറ്റംസ് യെല്ലോ വരുന്നുണ്ട്, പിന്നെ ഓറഞ്ച് വരുന്നുണ്ട്. സർപ്രൈസ് ആയിട്ടുള്ള വെറൈറ്റി ഷമാം ഉണ്ട്. സർപ്രൈസ് ആയിട്ടുള്ള വെറൈറ്റി ഉണ്ട്. അതിപ്പോ പൊട്ടിക്കണ്ടല്ലേ? പൊട്ടിക്കണ്ട, നമുക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം. കാണിക്കാം. പിന്നെ വിശാല എന്ന് പറഞ്ഞാൽ ഉള്ളു മഞ്ഞയും പുറം മഞ്ഞൾ, ഉള്ളു ചുവപ്പും പുറം മഞ്ഞളുള്ളൊരു വെറൈറ്റി വരുന്നുണ്ട്. പുതിയൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്, എന്താണെന്നുള്ളത് നോക്കട്ടെ. പൂവും കായൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പറയില്ലേ, ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഇൻസൾട്ട് അല്ല, എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇബ്രാഹിമിന്റെ അടുത്തൊന്ന് കുറെ അഡ്വൈസ് ഒക്കെ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. തുടക്കത്തിൽ ഞങ്ങൾ ഒരു ഏക്കർ ചെയ്തിരുന്നു. പിന്നെ ഇങ്ങനെ വിപുലീകരിച്ച് ഇങ്ങനെ വന്നു. ഇത്തവണ എത്രയാണ്? ഇത്തവണ 2.5 3.5 4 ഏക്കറിന്റെ അടുത്തുണ്ട്. 4 ഏക്കറിന്റെ അടുത്തുണ്ട്. പല സ്ഥലത്തായിട്ട്. ഇവിടെ ഇരുത്തുള്ളൊരു ശ്രീരാമൻ നായരുണ്ട്, അവരെ ഭൂമിയാണ്. അപ്പൊ അവരിത് ഒരു 10 വർഷമായിട്ട് കൃഷിയൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ കിടക്കുക. അപ്പൊ അങ്ങനെ അവര് ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞ് തന്നെ അവര് നല്ല സപ്പോർട്ടാ. പിന്നെ അയൽവാസികളൊക്കെ നല്ല സപ്പോർട്ടാ. അപ്പൊ ഈ മണ്ണില് 10-15 കൊല്ലമായിട്ട് കാര്യമായിട്ട് ഒന്നും വിളഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ നല്ല റിസൾട്ട് ആയിക്കാരം. കള വരാതിരിക്കാനാണ് നമ്മൾ മൾട്ടി ഷീറ്റ് ഇട്ടിരിക്കണേ. അവിടെ ചെറിയൊരു വിത്തിട്ട ഹോളിലൂടെ വന്നിക്കണ. ഫാമിങ് കാണാൻ നല്ല രസം, കുറച്ചൊരു അധ്വാനമുണ്ട്. ഇതിൽ കാര്യമായിട്ട് പണി എടുക്കുന്നത് സ്റ്റാർട്ടിങ്ങിലല്ലേ? സ്റ്റാർട്ടിങ്ങില് ഏരിട്ട് ഷീറ്റ് ഇട്ടാല് വിത്ത് കുഴിച്ചിട്ടാ പിന്നെ വർക്കുകൾ കഴിഞ്ഞു. അല്ല, ഈ മണ്ണ് ഒരുക്കുന്ന സമയത്തെ ട്രാക്ടർ പൂട്ടിയിട്ട് എന്തപ്പോ വളം കൊടുത്ത അടിവളം? അടിവളം കോഴിക്കാഷ്ടം കൊടുത്തിട്ടുണ്ട്, വേറെ കൊടുത്തില്ല. പിന്നെ ചാണകപ്പൊടി കൊടുത്തിട്ടുണ്ട്, കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഏരി കൂട്ടി, എന്നിട്ട് അതിന് എന്താണ് നമ്മള് ഡ്രിപ്പ് പൈപ്പ് ഇട്ടിട്ട് അതിന്റെ മേലെ പൈപ്പ് ഇട്ടിട്ട് മൾട്ടി ഷീറ്റ് വെച്ചു. പിന്നെ എത്ര ദിവസം നമുക്ക് വർക്കൊന്നുമില്ല. പിന്നെ നമ്മള് വെഞ്ചർ വഴി വളവും കാര്യങ്ങളൊക്കെ വെഞ്ചർ. അല്ല, പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വിത്താണോ തയ്യാണോ വെച്ച്? തയ്യ വെച്ച്. അപ്പൊ വിത്ത് വാങ്ങിയിട്ട് ട്രയലിട്ട് മുളപ്പിച്ചു. ഏകദേശം എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടോ ഒരേക്കറിൽ? എന്തായാലും ഒരു 70-80 റുപ്യ അടുത്ത് എന്തായാലും വരും. അതിന്റെ മേലേക്ക് വരും. നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്യണോണ്ട് തയ്യൊക്കെ കുത്തിയിട്ട് ഞാനായ കാരണം, പിന്നെ ഈ പ്ലംബിങ്ങിന്റെ വർക്ക്, ട്രിപ്പിന്റെ വർക്കൊക്കെ ഞാൻ ചെയ്ത കാരണം ഒരാളെ വിളിച്ചിട്ടുള്ളൂ. നമ്മൾ കുറച്ച് എക്സ്പെൻസ് കുറവാണ്. പണിക്കാരെ വിളിച്ച് ചെയ്യണമെന്ന് കുറച്ച് എക്സ്പെൻസ് കൂടുതലല്ലേ. ഇങ്ങനെ 1 ഏക്കറൊക്കെ 1 ലക്ഷം റുപ്യ അടുത്ത് വരും. ഇവിടെ സമതിനും പിന്നെ കൃഷിയിലോട്ട് ഇറങ്ങാൻ ഒരു താല്പര്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടി വന്നതാണ്. അപ്പൊ കൂടുതൽ അപ്ഡേഷനൊക്കെ വരും ദിവസങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്.